2026-27 കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണനയെന്ന് തിരുവനന്തപുരം എം.പി. ശശി തരൂർ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വിദേശ നാണ്യ ശേഖരത്തിനും വലിയ സംഭാവനകൾ നൽകുന്ന സംസ്ഥാനമായിട്ടുപോലും ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എയിംസ്, അതിവേഗ റെയിൽപാത, വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള കണക്ടിവിറ്റി തുടങ്ങി സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന വൻകിട പദ്ധതികളൊന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പ് വർഷമായിരുന്നിട്ടുകൂടി പ്രത്യേക പാക്കേജുകളൊന്നും പ്രഖ്യാപിക്കാത്തത് നിരാശാജനകവുമാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്രം കേരളത്തെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ പ്രായോഗികമായ പദ്ധതികൾ സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു എന്നും തരൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ താൽപ്പര്യക്കുറവും സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടും തമ്മിലുള്ള വടംവലിയിൽ ദുരിതത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണ്. രാജ്യാന്തര പ്രാധാന്യമുള്ള വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പ്രാദേശിക പദ്ധതി മാത്രമായാണ് ബജറ്റ് കണ്ടത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഗതാഗത സൗകര്യങ്ങൾക്ക് കേന്ദ്ര സഹായമില്ല. ഇതുകൂടാതെ തന്നെ തീരദേശത്തെ കാർന്നു തിന്നുന്ന കടലാക്രമണം തടയുവാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തത് മത്സ്യത്തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. റബ്ബർ കർഷകരുടെ പ്രതിസന്ധികളോ മുസിരീസ് പോലുള്ള പൈതൃക ടൂറിസം പദ്ധതികളോ ബജറ്റ് പരിഗണിച്ചിട്ടില്ല. പൊതുജന ആരോഗ്യരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് അർഹമായ നൈപ്പർ സ്ഥാപനവും അനുവദിച്ചിട്ടില്ല. ഈ ബജറ്റിൽ കേരളത്തെ പരാമർശിച്ച ഒരേ ഒരു കാര്യം ടർട്ടിൽ ട്രയൽ അഥവാ ആമകളുടെ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്നത് വിരോധാഭാസമാണെന്നും ശശി തരൂർ പരിഹസിക്കുകയും ചെയ്തു. ധാതുമണൽ ഖനനത്തിനായുള്ള റയൽ എർത്ത് മിഷൻ പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെങ്കിലും അത് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുവാൻ 15 വർഷത്തോളം എടുക്കും എന്നത് പദ്ധതിയുടെ വേഗതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കാണാപ്പുറത്തെ കരുത്താണ് കേരളമെന്നും സംസ്ഥാനത്തിന്റെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ശശി തരൂർ ഓർമ്മിപ്പിക്കുന്നു.